ഗുരുതര സ്വഭാവമുള്ള ഒരു ചികിത്സാ നിഷേധത്തിന്റെ വാർത്ത തിരുവനന്തപുരം വിളപ്പിൽശാലയിൽ നിന്ന് വരുന്നു. ചികിത്സയ്ക്കായി ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ ചികിത്സ നിഷേധിച്ചെന്ന ഗുരുതര ആരോപണമാണ് വിളപ്പിൽശാല സ്വദേശിയായ ബിസ്മീറിന്റെ കുടുംബം ഉയർത്തുന്നത്. ശ്വാസതടസ്സത്തിനെ തുടർന്ന് രാത്രി ഈ പറഞ്ഞ വിളപ്പിൽശാല CHCയിലേക്ക് എത്തിക്കുന്നു. പക്ഷെ അവിടെ ഗേറ്റ് അടച്ചിട്ടിരിക്കുന്നു. ഗേറ്റ് തുറന്നു കൊടുത്തത് 15 മിനിറ്റ് കഴിഞ്ഞാണ്. അതിനുശേഷവും തുടർച്ചയായി CPR നൽകണമെന്നും ഓക്സിജൻ നൽകണമെന്നും കുടുംബം ആവശ്യപ്പെട്ടപ്പോഴും നിഷേധിച്ചു എന്ന ഗുരുതരമായ പരാതി ഉയർന്നു വരുന്ന വിളപ്പിൽശാലയിൽ നിന്ന് മേഘ്ന മുരളിയാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകി പോന്നിരുന്നത്. മേഘ്ന പറഞ്ഞതുപോലെ തന്നെ തുടക്കത്തിൽ ആ CHCയിലേക്ക് എത്തിക്കുന്നു. അവിടെ നിന്ന് പ്രാഥമികമായി നൽകേണ്ട ചികിത്സകൾ കുടുംബം ആവശ്യപ്പെട്ടിട്ടും നിഷേധിക്കുന്നു എന്നാണ് പരാതിയിൽ പറയുന്നത്. കുടുംബം ഇപ്പോൾ നിയമ നടപടിക്ക് ഒരുങ്ങുന്നു. ഈ പറയുന്നത് പോലെ അവിടെ നിന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് ആംബുലൻസ് സൗകര്യം ഒരുക്കി കൊടുക്കുന്ന ആരാണ്? അത് ഈ ആശുപത്രിയാണോ അതോ സ്വന്തം നിലയ്ക്കാണോ? സുഹേൽ, ഇത്തരത്തിൽ കുടുംബം ആവർത്തിക്കുന്നത് ഇത്തരത്തിലൊരു ചികിത്സാ നിഷേധം ഈ സർക്കാർ ആശുപത്രിയിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. അതിൽ പ്രധാനമായും 1 മണിയോടുകൂടിയാണ്, പുലർച്ചെ 1 മണിയോടുകൂടിയാണ് ഈ സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിൽ എത്തിക്കുന്നത്. അതിനുശേഷം നിരവധി തവണ അവിടെ തന്നെ ഒരുപാട് സമയം ചിലവഴിച്ചു എന്നുള്ള കാര്യം കൂടി ഭാര്യ പറയുന്നുണ്ട്. അതിൽ ഓക്സിജൻ കൊടുക്കണം, അതുപോലെ തന്നെ ഇതിൽ ഈ ശ്വാസതടസ്സമുണ്ട്, വലിയ ബുദ്ധിമുട്ടുണ്ട് എന്നുള്ള കാര്യം പറഞ്ഞിട്ടും അതിന് തയ്യാറായില്ല. അതുപോലെ തന്നെ അവിടെ ഒരു ചികിത്സ നൽകാൻ തയ്യാറായില്ല. പിന്നീട് ആംബുലൻസിൽ മെഡിക്കൽ കോളേജിലേക്ക് എത്തിക്കുകയായിരുന്നു. അതും ഈ ഭാര്യയുടെ തന്നെ നേതൃത്വത്തിലാണ് ഈ ആംബുലൻസ് സൗകര്യം ഒരുക്കി പിന്നീട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് എത്തിക്കാൻ തയ്യാറായത് എന്നുള്ള കാര്യമാണ് കുടുംബം പ്രധാനമായും പറയുന്നത്. ഇപ്പോൾ ഇവിടെ നാട്ടുകാരും ജനപ്രതിനിധികളും അടക്കം വലിയ പ്രതിഷേധത്തിലാണ്. അവർ കൂടുതൽ പ്രതിഷേധം ഉന്നയിക്കുന്നുണ്ട്. ഈ ആശുപത്രിക്കെതിരെ മുന്നേയും ഇത്തരത്തിൽ ആരോപണങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? തീർച്ചയായും നേരത്തെയും ഒരു 3-4 ഇതുപോലുള്ള കൃത്യമായി ചികിത്സ കിട്ടാത്തതിന്റെ പേരിൽ മരണപ്പെടുകയുണ്ടായി. ആ സമയത്തെല്ലാം നമ്മൾ വളരെ പ്രക്ഷോഭ പരിപാടികൾ നടത്തിയിരുന്നു. കൃത്യമായിട്ട് മെഡിക്കൽ ഓഫീസറിനെയും അതിന് മുകളിലോട്ടുള്ള ബ്ലോക്കിലെ ഉദ്യോഗസ്ഥരെല്ലാം അറിയിച്ചിരുന്നു. അതിന്റെ ഫലമായിട്ട് ഇപ്പം 24 hours ഡോക്ടേഴ്സിനെ ആക്കി. പക്ഷെ എന്നാലും ചികിത്സാ പിഴവുകൾ നിരന്തരം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് കൃത്യമായിട്ട് ചികിത്സ കൊടുത്തിരുന്നുവെങ്കിൽ ഒരു യുവാവ് രക്ഷപ്പെടുമായിരുന്നു. അവിടെ കൃത്യമായിട്ട് ഒരു ആംബുലൻസ് സംവിധാനം പോലും പെട്ടെന്നില്ല എന്നുള്ളതാണ് പറയുന്നത്. അങ്ങനെ തന്നെയാണ്. സത്യത്തിൽ ആംബുലൻസ് ഉണ്ട്, പക്ഷെ അത് കൃത്യമായിട്ട് ഓടിക്കാനും കൃത്യസമയത്ത് അവിടെ ഈ ഡ്രൈവർമാരൊക്കെ അവിടെ വെയിറ്റ് ചെയ്തില്ലെങ്കിൽ ഇതുപോലുള്ള ഹോസ്പിറ്റൽ ഡ്രൈവേഴ്സ് എല്ലാം കൃത്യസമയത്ത് അവിടെ ഉണ്ടാവണം. പക്ഷെ അത് ഉണ്ടായിട്ടില്ല. അങ്ങനെയുള്ള പിഴവുകൾ നിരന്തരം സംഭവിക്കാറുണ്ട്. ഇങ്ങനെ തുടർ പ്രതിഷേധം എങ്ങനെയാണ് നിങ്ങൾ ജനപ്രതിനിധികൾ നിലനിൽക്കുന്നത്? തീർച്ചയായിട്ടും ഒരു ബ്ലോക്ക് മെമ്പർ എന്നുള്ള നിലയിൽ എന്റെ ബ്ലോക്ക് ഡിവിഷനിൽ വരുന്ന ഒരു ഹോസ്പിറ്റലാണ്. തീർച്ചയായും ഇതിനെതിരെ സമരപരിപാടികളുമായിട്ട് മുമ്പോട്ട് പോകാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. തീർച്ചയായും സുഹേൽ, ഞങ്ങൾ ഈ വീടിന് മുന്നിൽ തുടരുമ്പോൾ ഇവിടെ നിന്ന് നാട്ടുകാർ ആവർത്തിച്ച് പറയുന്നത് ഈ സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിൽ, അത് ഇവിടുത്തെ നിരവധിയായിട്ടുള്ള ജനങ്ങൾ ആശ്രയിക്കുന്ന ഒരു ആശുപത്രിയാണ്, ഒരു സർക്കാർ ആശുപത്രിയാണ്. അവിടെ നിരവധിയായിട്ടുള്ള ആൾക്കാർ ഈ അത്തരത്തിൽ അടിയന്തര സ്വഭാവത്തോടെ ആശുപത്രിയിലേക്ക് എത്തുന്നു. പക്ഷേ അവർക്ക് കൃത്യമായിട്ടുള്ള ഒരു ചികിത്സ നൽകാൻ തയ്യാറാകുന്നില്ല. അതിൽ ഇപ്പോൾ ഈ ജനപ്രതി ബ്ലോക്ക് ഭാരവാഹി അടക്കം പറയുന്നത് നേരത്തെയും ഇത്തരത്തിലുള്ള സംവിധാനങ്ങൾ, ഇത്തരം ഒരു പ്രശ്നങ്ങൾ ഈ ആശുപത്രിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട്, ഇത്തരത്തിൽ മരണങ്ങളടക്കം ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് അല്പസമയം മുന്നേ ബ്ലോക്ക് ഭാരവാഹി നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. എന്തായാലും ഇവിടെ നിന്ന് ഗുരുതരമായിട്ടുള്ള അനാസ്ഥ തുടങ്ങുന്നത് ഈ അടിയന്തര സ്വഭാവത്തിൽ ഈ രോഗിയെ ആശുപത്രിക്ക് മുന്നിൽ വരെ എത്തിക്കുന്നു. അത്രമാത്രമാണ് ഈ ഭാര്യയ്ക്ക് ചെയ്യാനുള്ളത്. പക്ഷേ അതിനപ്പുറത്തേക്കും ഈ ഗേറ്റ് തുറന്നു കൊടുക്കുക, അതുപോലെ തന്നെ ഓക്സിജൻ നൽകുക, CPR നൽകുക, അല്ലെങ്കിൽ ഈ രോഗിക്ക് അത്രയും അടിയന്തര സ്വഭാവമുള്ള ഒരു രോഗമുണ്ട് എന്ന് മനസ്സിലാക്കാൻ പോലും ഈ ആശുപത്രി അധികൃതർക്ക് അവിടെ ഉണ്ടായിരുന്ന ഡോക്ടർക്കും നഴ്സിനും സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് അനാസ്ഥയായി കുടുംബം പറയുന്നത്. എന്തായാലും തുടർ പ്രതിഷേധം നാട്ടുകാരുടെ ഭാഗത്തുനിന്നുണ്ടാകുമെന്ന് പറയുന്നു. അതുപോലെ തന്നെ കുടുംബവും നീതി വേണമെന്നാണ് ആവശ്യപ്പെടുന്നത്. തന്റെ 37 വയസ്സിലാണ് ഭർത്താവിനെ നഷ്ടപ്പെടുന്നത്. അല്ലെങ്കിൽ സ്വിഗ്ഗി ഓടിച്ച് കുടുംബം പുലർത്തിയിരുന്ന കുടുംബത്തിലെ ഏക ആശ്രയമായിരുന്നു, അതാണ് നഷ്ടപ്പെട്ടത്. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് അവർക്ക് നീതി വേണമെന്നുള്ളതാണ് സർക്കാരിനോടും ആരോഗ്യമന്ത്രിയോടും ഈ കുടുംബം ആവശ്യപ്പെടുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.